തിരക്ക് എന്തോ പറ്റി ആർക്കോ. നമുക്ക് നോക്കാം അവിടെ എന്തോ തിരക്കെന്നുള്ളത്. ഞങ്ങളെ കൊണ്ടുപോകണം. എന്താണ് കാര്യം അറിഞ്ഞൂടാ കേട്ടാ. നമ്മള് ഇവിടെ വെച്ച് കണ്ടേനെ കേട്ടാ കലോത്സവ സ്ഥലത്ത് നല്ലൊരു പപ്പിക്കുട്ടി കണ്ടില്ലേ. പേരെന്തുവാ? ബോട്ടു. ബോട്ടു എന്നാണേ പേര്. നമ്മുടെ പരിപാടി കണ്ടിട്ടേ ആ വണ്ടിക്കകത്തിരുന്ന് പിള്ളേര് ടാറ്റ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ. ഹൈദരലി നിൽക്കുന്നുണ്ട. പുള്ളിക്കും ഇവിടെ ചാനലില് ഇറക്കമുണ്ട്. തിരക്കുണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ ഈ ആശ്രാമം മൈതാനം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഏക്കർ കണക്ക് നീണ്ടു കിടക്കുവാണ്. എത്ര നമുക്ക് ഇനി എന്തൊക്കെ തിരക്കുണ്ട്, അല്ലെങ്കിൽ എത്രയൊക്കെ വണ്ടി പാർക്ക് ചെയ്യണം, ഒരു വിഷയങ്ങളും നമ്മുടെ ഈ കൊല്ലംകാർക്ക് വരത്തില്ല. കാര്യം ഈ ആശ്രാമം മൈതാനം എന്ന് പറയുന്നത് അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അവര് പരിപാടി കഴിഞ്ഞിട്ട് പോവുക, അതാണ് സംഭവം. ആ ഒരു കുട്ടി കരയുക, ആ കുട്ടീനെ ഇത് സമാധാനിപ്പിച്ചോണ്ട് പോവുക. എനിക്ക് തോന്നുന്നു ഈ എ ഗ്രേഡ് കിട്ടാത്തതിന്റെ ഒരു വിഷമമായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും കുട്ടി നല്ല വിഷമിച്ചു പോകുന്നു. കൂടെ ഉള്ളവരൊക്കെ സമാധാനിപ്പിച്ച് എല്ലാവരും വിഷമിച്ചിരിക്കുന്നു. സംസാരിച്ചപ്പോഴും അവര് നല്ല സാഡായിട്ടിരിക്കുക. പക്ഷേ പ്രോഗ്രാമുകൾ ഒരുവിധം ഇന്നും ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. ഏതാണ്ട് 50-ൽ പരം ഐറ്റംസ് ഇന്ന് അരങ്ങേറുന്നുണ്ട്. 24 വേദികളിലായിട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 1 മണിയായി, അവിടെ ഊണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും സ്റ്റേജ് ഒഴിയാതെ തന്നെ പ്രോഗ്രാമും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം ഒന്ന് ഓട്ടിച്ചിട്ടൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ കണ്ടില്ല 24-ന്റെ തൊപ്പി ഈ വെയിലുള്ളായിരിക്കാൻ പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുത്ത് അതൊക്കെ കൊണ്ട് ആൾക്കാർ ഇങ്ങനെ പോവുക. ഒരാളവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കണ്ടില്ലേ. ഇവിടെ കണ്ടില്ലേ, ഇത് ആൾക്കാർക്ക് ഇവിടെ കഴിക്കാനായിട്ട് ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റിന് ഇവിടെ തണ്ണിമത്തൻ കൊടുക്കുക. ഏത്തക്ക കൊണ്ട് ഏത്തക്ക നമ്മളും ഒരു തണ്ണിമത്തം എടുത്ത് ഈ ചൂടത്ത് ഷൂട്ട് ചെയ്ത് തീർന്നതിന് ശേഷം തണ്ണിമത്തം കഴിച്ചപ്പോൾ ഒരു ആശ്വാസമുണ്ട്. പച്ചയിട് നല്ലോണം എഴുതില്ല കേട്ടോ. ക്ഷണത്തിലേക്കൊന്ന് പോയിട്ട് വരാം ജിം സാർ. കണ്ടേ, നമ്മുടെ കൊച്ചുപിള്ളേരടക്കം വലിയ അമ്മമാരടക്കം ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതൊരു ഈ നാടിന്റെ ഒരു ഉത്സവം തന്നെയായി മാറിയിരിക്കുകയാണ് കലോത്സവം. 24-ന്റെ കലക്കൻ കൊല്ലം വെച്ചേ നോക്കട്ടെ. 24-ന്റെ പരസ്യമാണ് കണ്ട, കലക്കൻ കൊല്ലം. ഇതിങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് കണ്ടില്ലേ. വെയിൽ കൊള്ളൂല, ഇങ്ങനെ വെച്ചുകൊണ്ട് പോവാം. കലക്കൻ കൊല്ലം 24-ന് പരസ്യമാവും. ഇതാണ് 24-ന്റെ ഇത് സ്റ്റുഡിയോ. ഇവിടത്തെ
കൊച്ചു ടി വിയുടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഓരോ കുട്ടികളെ വിളിച്ച് പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ മത്സരിച്ച് സമ്മാനം വാങ്ങിക്കുന്നവരെ ഇതേ കണക്ക് ഓരോ ചാനലിൻ്റെ പവലിൽ ഇറക്കി ഇവിടെയും ഇങ്ങനെ ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കും. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കൊച്ചുങ്ങൾക്ക് സമ്മാനവും കൊടുക്കും കേട്ടോ, പരിപാടി അവതരിപ്പിച്ചിട്ട് ബിസ്ക്കറ്റ്, സ്നാക്സ്. കണ്ടില്ലേ, ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ ഉണ്ട് പരിപാടി കാണാനും എല്ലാത്തിനുമായിട്ട്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ കലോത്സവത്തിൽ. നമ്മൾ ഇവിടെ വെച്ച് കണ്ടേനെ കേട്ടോ കലോത്സവ സ്ഥലത്ത്. നല്ലൊരു പപ്പിക്കുട്ടി കണ്ടില്ലേ. പേരെന്തുവാ? ബോട്ടു. ബോട്ടു എന്നാണേ പേര്. ഓക്കെ, ഹായ്. അവിടെ ആർക്കെന്തോ പറ്റി, ആർക്കോ. നമുക്ക് നോക്കാം അവിടെ എന്തോ തിരക്കെന്നുള്ളത്. ഞാനെങ്ങനെ തല ഇറങ്ങി വീണ എന്തോ സംഭവം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഒരാളെ കൊണ്ടു. എന്താണ് കാര്യം എന്ന് അറിഞ്ഞൂടാ കേട്ടാ. പോലീസ് ഇങ്ങനെ കൊണ്ടുപോകും. കലോത്സവ വേദി 1 ഫ്രണ്ടിൽ നിന്നാണ്. ഇതൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? വെള്ളം അടിച്ചാലും സംഭവം വേറൊന്നുമില്ല. വെള്ളം ഒഴിച്ചെന്തോ അലമ്പുണ്ടാക്കിയതാ അവിടെ സ്റ്റേജിന്റെ അവിടെ. ഇവരെ കണ്ട മധ്യത്തിരിക്കുന്ന പുള്ളിക്കാരൻ കൊച്ചു ടി വിയുടെ ആള്, റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന പുള്ളി മറ്റേ കറുപ്പുടുപ്പ് 24-ൻ്റെത്. അങ്ങനെ എല്ലാ ചാനലിന്റെ അവതാരകരും ആൾക്കാരും ഒക്കെ ഒത്തുകൂടി അവരും ഇത് ഈ ഫ്രീ ടൈമൊക്കെ ഇങ്ങനെ സംസാരിച്ച് കമ്പനി കൂടി നല്ല രസകരമാക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും ഒരു ഒത്തുചേരാനുള്ള ഒരു അവസരവും കൂടിയായി നമ്മുടെ ഈ കലോത്സവ നഗരി. ഹൈദരലി നിൽക്കുന്നുണ്ട്. പുള്ളിക്കും ഇവിടെ ചാനലിൽ ഇറക്കമുണ്ട്. അപ്പം പുള്ളിയും ഇവിടെ ഉണ്ട്, കലോത്സവ നഗരിയിലുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മുടെ പാലക്കാടിന്റെ കുട്ടികളാണ്. ഇവര് A ഗ്രേഡ് നേടിയിട്ടുണ്ട്. അവർക്കിപ്പോൾ അപ്പുറത്തൊരു ലൈവ് ഷോ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് വരുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ പിടിക്കാം. കണ്ടില്ലേ, നമ്മുടെ കലോത്സവ നഗരി ഫുള്ള് രാവിലെ തൊട്ട് രാത്രി വരെ ഓണാണ്. ഇത് എൻട്രൻസ് ആണ്. നമ്മുടെ ഈ കലോത്സവം നടക്കുന്ന ആശ്രാമം മൈതാനത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എത്ര വണ്ടികൾ വന്നാലും അല്ലെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ ഈ ആശ്രാമം മൈതാനം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഏക്കർ കണക്ക് നീണ്ടു കിടക്കുവാണ്. എത്ര നമുക്ക് ഇനി എന്തൊക്കെ തിരക്കുണ്ട് അല്ലെങ്കിൽ എത്രയൊക്കെ വണ്ടി പാർക്ക് ചെയ്യണം, ഒരു വിഷയങ്ങളും നമ്മുടെ ഈ കൊല്ലംകാർക്ക് വരത്തില്ല. കാര്യം ഈ ആശ്രാമം മൈതാനം എന്ന് പറയുന്നത് അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അത് ഈ ഒരു നമ്മുടെ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. റോഡിൽ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ പരിപാടി കണ്ടിട്ട് ആ വണ്ടിക്കകത്തിരുന്ന് പിള്ളേർ ടാറ്റ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മൾ ഈ കലോത്സവ നഗരിയിൽ നിന്ന് ഇന്ന് വിട പറയുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ കാര്യങ്ങളും വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ് ഔട്ട്.